ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചെനക്കത്തൂർക്കാവ് ഗ്രൗണ്ടിൽ വള്ളുവനാടൻ ഫെസ്റ്റ് വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ? ഇവിടെ ഏറ്റവും ചെറിയ ഫിഷ് മുതൽ പലതരം ഫിഷുകളുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ടിക്കറ്റിന് ഒരാൾക്ക് 100 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഈ മീനുകളൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു കടലിൻ്റെ അടിയിൽ പോയ ഫീലാണ് കേട്ടോ. എനിക്കിത് ഈ കുഞ്ഞു കുഞ്ഞു മീനുകളെ ഭയങ്കര ഇഷ്ടമായി. പല പല കളറിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവതാറിൻ്റെ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഇതെന്തായാലും ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ അവതാറിൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെട്ട പോലെ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഫിലിമിലൂടെ മാത്രമല്ലേ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഇവിടെ വന്നാൽ നമുക്കിത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല, അവരവിടെ അവതാറിലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റാളുകൾ കാണാം കേട്ടോ. ഫുഡിൻ്റെ ആയിക്കോട്ടെ, ടോയ്സിൻ്റെ ആയിക്കോട്ടെ, ബുക്സിൻ്റെ ആയിക്കോട്ടെ, പലതരം സ്റ്റാളുകളുണ്ട് കേട്ടോ അവിടെ. പണ്ടത്തെ കാലത്ത് എല്ലാവിധ മിഠായികളും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, അവരുടെ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ മേടിച്ചിരുന്ന മിഠായികളാണ് ഇതൊക്കെയെന്ന്. ഭയങ്കര നൊസ്റ്റ് അടിച്ചു കേട്ടോ അമ്മയ്ക്കൊക്കെ അവിടെ ചെന്നിട്ട്. അപ്പോൾ മിഠായികൾ കണ്ടാൽ എങ്ങനെയല്ലേ വാങ്ങാണ്ട് പോവുക. അപ്പോൾ കുറച്ച് മിഠായികളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ട കടയാണ് കേട്ടോ സരിത ചേച്ചിയുടെ കട. സരിത ചേച്ചിയുടെ അച്ചാറ് കടയാണ്. അവിടുന്ന് ടേസ്റ്റ് ചെയ്ത ഓരോ അച്ചാറും അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങാനാണ് കേട്ടോ പോയത്. എവിടെ ചെന്നാലും പിന്നെ അത് കണ്ട വീടില്ലല്ലോ. ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആൾ ഒറ്റപ്പാലത്ത് ഫേമസ് അല്ലേ. അപ്പം എല്ലാവരും നേരെ വിട്ടോളൂ കാവുപറമ്പയ്ക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.